ഹലോ ഗൈസ്, സൺഡേ ഡേ മോർണിംഗ് നമ്മുടെ സെക്കൻഡ് ഡേ ട്രിപ്പാണ്. ഇതാണ് കേട്ടോ നമ്മൾ താമസിച്ച വീടെന്ന് പറയുന്നത്. നമ്മൾ Airbnb വഴിയാണ് ഈ വീട് ബുക്ക് ചെയ്തത്. 2 ബെഡ്റൂമും കിച്ചണും ആയിരുന്നു നമുക്ക് യൂസ് ചെയ്യാനുണ്ടായിരുന്നത്. പിന്നെ ഒരു വാഷ്റൂം. നല്ലൊരു അക്കോമഡേഷൻ ആണെന്ന് ചോദിച്ചാൽ ഞാൻ ആക്ച്വലി ഇത് പ്രിഫർ ചെയ്യില്ല. കാരണം നമ്മൾ Airbnb ബുക്ക് ചെയ്തപ്പോഴെല്ലാം തന്നെ നമുക്ക് നല്ല അടിപൊളി വീടാണ് കിട്ടിയിട്ടുള്ളത്. ഇത് കാണാനൊക്കെ സൂപ്പറാണ്. പക്ഷേ ഒരു പൂച്ചയുണ്ട്, പിന്നെ ആ ഹോസ്റ്റും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അത് നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു. പക്ഷേ ആ പൂച്ചയുടെ എന്താ പറയുക, ഫറൊക്കെ ഫുള്ളി ബെഡ്റൂമിലും കിച്ചണിലും എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ കിച്ചണൊന്നും ഒട്ടും യൂസ് ചെയ്തില്ല. അത് കാരണം നമ്മൾ ജസ്റ്റ് ബാത്റൂം ഇറ്റ്സ് ഓക്കെ ആയിരുന്നു, ടോയ്ലറ്റ് നല്ലതായിരുന്നു, ബെഡ്റൂം ഷോക്കായിരുന്നു, വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കാറ്റലോഗർ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ ഞാനത് ഒരിക്കലും ഓപ്റ്റ് ചെയ്യില്ല കേട്ടോ. ഇതാണ് ഞങ്ങൾ താമസിച്ച വീട്. കാണാനൊക്കെ സൂപ്പർ. ഓക്കെ, നമ്മുടെ ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബാത്താണ്. ബാത്ത് ഉണ്ട്, സ്റ്റോൺ ഹെഡ്ജ് ഉണ്ട്. 2 മെയിൻ ഡെസ്റ്റിനേഷൻസ് ആണ്. അപ്പോൾ ഇത് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ നമ്മൾ ട്രാവൽ തിരിച്ചപ്പോൾ തന്നെ നേരെ കാണുന്നത് ഒരു കാസ്റ്റിലാണ് കേട്ടോ. ഏത് കാസ്റ്റിലാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയില്ല. ബട്ട് ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് കാണുന്നതാണ്. കുറേ കാസ്റ്റിൽസ് ഉണ്ടാവും എവിടെ തന്നെ ആയാലും. ഈ വഴികൾ തന്നെ എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്ക്. പണ്ട് കാലത്തെ വീടുകളും സെറ്റപ്പൊക്കെയാണ് നമുക്ക് കാണാനായി സാധിച്ചത്. ചുറ്റിനും നിറയെ മരങ്ങളും പ്രകൃതി രമണീയത തുളുമ്പി നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. ബീച്ച് സൈഡ് ആയതുകൊണ്ടായിരിക്കാം നമ്മൾ സ്റ്റേ എടുത്തത് നമ്മുടെ ഡേർഡിൽ ഡോറിന് നിയർലി 20 to 25 മിനിറ്റ്സ് അവേ ആയിരുന്നു. ഈ കാസ്റ്റിലിനെ ചുറ്റിയിട്ടാണ് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ട് പോയത്. കാരണം ഞങ്ങൾ അവിടുത്തെ സ്റ്റേ ഫ്ലോപ്പ് ആയതുകൊണ്ട് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും നടന്നില്ല. നമ്മളത് കാരണം പോകുന്നത് ടോബിയിലേക്കാണ്. ടോബിയുടെ വീഡിയോ ഞാൻ പലവട്ടം ചെയ്തിട്ടുണ്ട്. ഈ ചായം പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടോബി കാർവറിയിൽ. അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറാണ് ഗൈസ്. നിങ്ങളത് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നമുക്ക് അൺലിമിറ്റഡ് ബുഫേ ആണ് കിട്ടുന്നത്. നമുക്ക് പ്രൈസ് വരുന്നത് നിയർലി 5.99 ആയിട്ടാണ് പ്രൈസ് വരുന്നത് കേട്ടോ. അതിൽ കോഫി ഇൻക്ലൂഡഡ് അല്ല. പക്ഷേ കോഫി അത് അവിടുത്തെ ട്രൈ ചെയ്യണം. ക്യാpuchino അടിപൊളിയാണ്. അല്ല നിങ്ങൾ ഡ്രിങ്ക്സ് ആണ് പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് റീഫിൽ ചെയ്തെടുക്കാം കേട്ടോ. ഒരു ഗ്ലാസ്സിൽ വാങ്ങിക്കഴിഞ്ഞാൽ, അപ്പോൾ ഞങ്ങൾ നോർമലി പോകുമ്പോൾ ഒരു റണ്ണാണ് വാങ്ങാറുള്ളൂ. നമുക്ക് ഡ്രിങ്ക്സ് റീഫിൽ ചെയ്തെടുക്കാം. ഡ്രിങ്ക്സ് മീൻസ് 7up, ഫിസി ഡ്രിങ്ക്സോ ജ്യൂസോ അങ്ങനെയൊക്കെ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ഭയങ്കര ലാഭമാണ്. ഹാഷ് ബ്രൗൺസ്, ബീൻസ്, പിന്നെന്താ ബാക്കോൺസ്, ഫ്രൈഡ് എഗ്സ്, പൊട്ടാറ്റോ, മഷ്റൂംസ്, ഫുള്ളി ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ്, ജാം, യോർക്ക്ഷയർ പുഡിംഗ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഐഷുവിന് ഇതിനായിട്ടും ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത്. അവരതിൻ്റെ ഫാനായി മാറി ഗൈസ്. സോ നിങ്ങളത് എന്തായാലും ട്രൈ ചെയ്യുക കേട്ടോ. ഭയങ്കര വേർത്തിയാണ്. നമ്മൾക്കിത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പും ഉണ്ടാവില്ല. അപ്പോൾ മീൻസ് കുറച്ചും കൂടെ വേർത്തിയാണ്. ഒരു ബ്രഞ്ചൊക്കെ ആയിട്ട് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ടോബി കാർവറിയുടെ ബ്രേക്ക്ഫാസ്റ്റ്. വയറ് നിറയെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിച്ചതിന് ശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് സ്റ്റോണി ഹെഞ്ചിലാണ്. അപ്പോൾ ഈ സ്റ്റോണി ഹെഞ്ച് എന്ന് പറയുന്നത് നമുക്കൊരു സർക്കിളിൽ കവർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ ബാത്ത്, സ്റ്റോണി ഹെഞ്ച്, ഡേർഡിൽ ഡോറ്, 7 സിസ്റ്റേഴ്സ് എല്ലാം തന്നെ. ഹായ്, നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എയർമാൻസ് ക്രോസിലാണ്. ഇത് നമ്മുടെ സ്റ്റോണി ഹെഞ്ചിൻ്റെ തന്നെ കവാടത്തിൽ തന്നെയുള്ളതാണ് എയർമാൻസ് ക്രോസ്. 1912 ഈ നമ്മുടെ ഈ ഫ്ലൈറ്റിൽ വെച്ച് യുദ്ധങ്ങളൊക്കെ നടക്കൂലേ, അങ്ങനെ പ്ലെയിൻ ക്രാഷായിട്ട് മരണമടഞ്ഞ 2 സൈനികരുടെ സ്മരണയ്ക്കായിട്ടാണ് എയർമാൻസ് ക്രോസ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് രണ്ടുമാണ് കേട്ടോ സൈനികരെ, ക്യാപ്റ്റൻ ലോറനും സർഗൻ വിൽസണും. ഗൈസ്, നിങ്ങളൊരു ചലഞ്ചിന് തയ്യാറാണോ? എങ്കിൽ പോന്നോളൂ. ചെറിയൊരു കല്ല്, ഈ കല്ല് നീക്കി കഴിഞ്ഞാൽ അടിപൊളി. നിങ്ങൾക്ക് ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാം. ചെറിയ കല്ലെന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ കേട്ടോ കല്ല് കാണാൻ. അതെ ഗൈസ്, വളരെ ചെറിയൊരു കല്ലാണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് സാരസൻ സ്റ്റോൺ. നിയർലി ഇതിനെ അവർ കോമൺ ആയിട്ട് പറയുന്നത് 10 to 30 tons ആണ് ഇതിൻ്റെ ടിപ്പിക്കൽ വെയിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ 7 മീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്.
ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിലെ മോസ്റ്റ് ഓഫ് ദ മോണുമെൻറ്റ്സ്, അതായത് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആയ പ്ലേസസ്, എക്സാമ്പിളാണ് നമ്മുടെ സ്റ്റോണിഹെഞ്ച്. ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അവർ യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ ടൈപ്പ് കല്ലാണ്. ഇതെന്ന് പറയുന്നത് എ ടൈപ്പ് ഓഫ് സിൽക്രിയേറ്റ് റോക്ക് ആണെന്നും പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ ഈ സ്റ്റോണിഹെഞ്ച് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ നമുക്ക് പിന്നീട് സ്റ്റോണിഹെഞ്ച് കാണുമ്പോൾ പറയാം കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ ഇച്ചായൻ തന്നെ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ. ഇച്ചായൻ ശക്തി ഫുള്ളെടുത്ത് വലിച്ചിട്ടും ഇച്ചായനെ പോലത്തെ 85 പേരും കൂടെ നിന്ന് വലിച്ചാലാണ് ആ സ്റ്റോണിനെ ഒന്ന് അനക്കാൻ സാധിക്കുക എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഞങ്ങൾ വലിക്കുന്ന കണ്ടപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ക്യൂ ആയിട്ടോ. പിന്നെ വലിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ചുമ്മാ ട്രൈ ഒക്കെ ചെയ്ത് അവസാനം ഞങ്ങൾ തോറ്റു മടങ്ങി ഗൈസ്. മുൻപ് പോയ 2 സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കിവിടെ ടിക്കറ്റ് എടുക്കണം ഗൈസ്. ഒരു 26 pounds നമ്മൾ പെർ പേഴ്സൺ ചിലവാക്കണം. അത് അത്രയും കൊടുത്ത് കാണുന്നതിനെക്കാട്ടി നമുക്ക് നടക്കാനൊക്കെ കുറച്ച് ഓക്കെ ആണെങ്കിൽ നമുക്ക് ടിക്കറ്റ് ഇല്ലാതെ കുറച്ച് പോയി വരാം. ഇതെവിടെയാണ്? ഞാൻ നമ്മുടെ പാലക്കാട് ആദിവാസി കോളനിയിലാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷെ അല്ല, ഇത് നമ്മുടെ UK-യിലാണ്. UK-യിൽ സ്റ്റോൺഹെഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് പണ്ട് കാലത്തുള്ള ഒരു മേൽക്കൂരകളുള്ള ഒരു ഹട്ട്സാണ്. നമ്മുടെ നാട്ടിൽ പോലും ഇതൊന്നും കാണാത്ത ഈ സാഹചര്യത്തിൽ UK-യിലൊക്കെ വന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ തീർത്തും കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഇതെല്ലാം. ഇത് വൈക്കോലല്ല, ഇല്ലിയാണ്. ഇല്ലിയുടെ ഒക്കെ ഉണ്ടല്ലോ. സ്റ്റോണിഹെഞ്ച് നിർമ്മിക്കാനായിട്ട് പണ്ടത്തെ ആൾക്കാരെ സ്റ്റേ ചെയ്തിട്ട് ഉണ്ടാക്കിയിരുന്നതാണത്. അതുകൊണ്ട് തന്നെ അവർ താമസിച്ചിരുന്ന കുടിലുകളാണ് ഇന്നും ഇവരെ പ്രിസർവ് ചെയ്ത് ഈ രൂപത്തിൽ വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെ മോസ്റ്റ് ഓഫ് ദ കുടിലുകളിലും വർക്ക്ഷോപ്സ് ആണ്. ഓരോരോ ആക്ടിവിറ്റീസിൽ മുഴുകിയിരിക്കുന്നവരെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് പണ്ട് കാലത്തുള്ള പോലെ തന്നെ മണ്ണൊക്കെ മെഴുകിയ ഫ്ലോറാണ്. അതോടൊപ്പം അവർക്ക് ഇരിക്കുവാനും കിടക്കുവാനും വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ ഇല്ലി പോലത്തെ അങ്ങനെ എന്തോ ഒരു സംഭവം കൊണ്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളാണ്. ഡോറും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. ഇത് ഫുൾ ആർക്കിയോളജിക്കൽ പരമായിട്ടുള്ള ഒരു കുട്ടി ഹട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെ ഒരുപാട് പുരാതനമായിട്ടുള്ള ഒരുപാട് തിങ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മെയിൻലി നമ്മുടെ മൃഗങ്ങളുടെ കൊമ്പുകൾ, പണ്ട് കാലത്ത് ഇവർ യൂസ് ചെയ്തിരുന്ന അടുപ്പുകൾ, ആ ടൈപ്പ്, അതുപോലെ ഡ്രസ്സസ് എല്ലാം ഒരു മ്യൂസിയം ടൈപ്പ് നമുക്ക് പറയാം. ഒറിജിനൽ സാധനങ്ങൾ. അതെ, എല്ലാം ഒറിജിനൽ സാധനങ്ങളായിരിക്കും. എല്ലാം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ളതാണ്. അപ്പോൾ ഫുൾ വീഡിയോ കാണാം. ആ ഹട്ട് അവർ ഭയങ്കര ഡാർക്കായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അത് കാരണം എത്രമാത്രം എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ഇത് പണ്ട് കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഈ നഖങ്ങളുടെയൊക്കെ സംഭവങ്ങളാണ്. ഇതൊരു കൈൻഡ് ഓഫ് ആക്സ് ആണ്. അതിൻ്റെ പിടി എന്ന് പറയുന്നത് മരവും പിന്നെ അതിൻ്റെ അറ്റത്തുള്ളത് ഒരു ടൈപ്പ് ഓഫ് കല്ലാണ് കേട്ടോ. അത് ഭയങ്കര ഷാർപ്പാണ്. പക്ഷെ നമുക്ക് തൊടുമ്പോൾ കൈമുറിയുന്ന ഷാർപ്പല്ല, സ്ട്രോങ് ആൻഡ് ഷാർപ്പാണ്. പിന്നെ ഞങ്ങൾ കണ്ടത് അവിടുത്തെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ദ സ്റ്റോൺസ്, കൈൻഡ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. പിന്നീട് അവർ യൂസ് ചെയ്തിരുന്ന ടൈപ്പുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ അമ്പും വില്ലും ഗൈസ്. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് നമ്മുടെ പണ്ട് കാലത്ത് അമ്പും വില്ലൊക്കെ കാണുന്നത്. ഫുൾ വുഡ് ഫെദറൊക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതൊരു ടൈപ്പ് ചാക്ക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഡ്രസ്സുകളാണ്. അവർ പണ്ട് കാലത്ത് വെയർ ചെയ്തിരുന്നതാണെന്നാണ് പറഞ്ഞത്. ഇത് ആടിൻ്റെയും നമ്മുടെ ചെമ്മരിയാടിൻ്റെ എല്ലാം രോമം വെച്ചുണ്ടാക്കിയ ഒറിജിനൽ കോട്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്ന് രൂപാന്തരീകരണം പ്രാപിച്ച് ജാക്കറ്റൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ ഇത് നല്ല സ്ട്രോങ് ആയിരിക്കുന്ന ഒരു ബാഗാണ്. പിന്നെ ഇത് അവർ തന്നാൽ ഞങ്ങൾക്ക് ഒരു കൈൻഡ് ഓഫ് ഷാർപ്പ് ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് കേട്ടോ. ഈ ബാഗ് എന്നെ വളരെയധികം കൗതുകപ്പെടുത്തി. ഭയങ്കര ഹാർഡാണ്. ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു ഇതിൽ എങ്ങനെ ഇവർ സാധനങ്ങൾ ഇടുമെന്ന്. അത്രയും ഹാർഡായിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. കാണാൻ കുറച്ച് ഫാൻസിയാണ്, കാണാനൊക്കെ ഭംഗിയുണ്ട്. കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ ഇത്. ഇത് അവർ ഡെമോ പോലെ ഒരുപാട് മൃഗങ്ങളുടെ കൊമ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ആ പുള്ളിക്കാരൻ പറഞ്ഞു തരുന്നത് നമുക്ക് കാളയുടെ കൊമ്പാന്നാണ്. നല്ല സ്ട്രോങ് ആണ്. കാളയുടെ കൊമ്പ് അറിയാലോ, കാട്ടുപോത്തിൻ്റെ കാളയുടെയൊക്കെ ആയിരിക്കും. ഇത് അവർ അടുപ്പൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരുന്നത്, തീ കാഞ്ഞിരുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലോങ് ജേണിക്ക് ശേഷം അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മുടെ സ്റ്റോണിഹെഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. നമ്മൾ ടിക്കറ്റ് എടുക്കാത്തത് കൊണ്ട് നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ബേർത്താണോ എന്ന് ചോദിച്ചാൽ ഈ സ്റ്റോണിഹെഞ്ച് കാണണം, അടുത്ത് പോയി ഫോട്ടോ എടുക്കണം എന്നുള്ളവർക്ക് അഞ്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ 26 pounds കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാവുന്നതേ ഉള്ളൂ.
പിന്നെ ട്രാവൽ ചെയ്യാൻ മീൻസ് നടക്കണം നമ്മൾ. കുറച്ച് പ്ലെയിൻ റോഡ് തന്നെയാണ്, അധികം കുന്നും മലയൊന്നും അല്ല, പ്ലെയിൻ റോഡ് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വരില്ല. എന്താണ് ഈ സ്റ്റോൺഹെഞ്ചിൻ്റെ പ്രത്യേകത എന്നറിയോ? ഇതുവരെ ലോകത്തിലുള്ള ഇതൊരു കൈൻഡ് ഓഫ് സർക്കിൾ കൈൻഡ് ഓഫ് സ്റ്റോൺ ആണ്. സർക്കിൾ ഷേപ്പിൽ ഇപ്പോഴും സ്റ്റോൺസ് എല്ലാം ഇരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ അത് ലോകത്തിൽ ഇപ്പോൾ ഇത് മാത്രമാണ് ശേഷിക്കുന്നത്. പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് രീതികളൊക്കെ നമുക്ക് ഗൂഗിളിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 25 ടണ്ണാണ്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 13 ഫീറ്റും അതേപോലെ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 7 ഫീറ്റോളം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റോൺഹെഞ്ചിൻ്റെ പ്രത്യേകത. ഇത് വൺ ഓഫ് ദ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും ഫേമസ് ആയിട്ട് ഇംഗ്ലണ്ടിലുള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ഒരു കുട്ടി ട്രാവൽ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു സീരീസിൽ നമ്മൾ പോയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും തന്നെ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മുടെ ചാനലിൽ കുട്ടി കുട്ടി വ്ളോഗ്സിനും കുട്ടി കുട്ടി ഡെയിലി ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.